CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PK ശശിക്ക് പാർട്ടിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട് പറഞ്ഞു. ശശിയല്ല മറ്റാര് പോയാലും CPIMന് ഒരു പ്രശ്നവുമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിന്ന് മാത്രം 5000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ജോസഫ്. PK ശശി വിഭാഗത്തിന്റെ വോട്ടുകളും ഇത്തവണ UDFന് അനുകൂലമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 2 വലിയ മലമ്പാമ്പുകളെ പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെത്തല്ലൂർ മേഖലയിൽ ആദ്യമായാണ് ഇത്രയും വലിയ 2 മലമ്പാമ്പുകളെ ഒന്നിച്ച് കണ്ടെത്തുന്നത്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും കോട്ടോപ്പാടം പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതുമായ ആവണക്കുന്നിൽ പ്ലൈവുഡ് കമ്പനി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ നിർമ്മാണാനുമതി ലഭിച്ച കമ്പനിയുടെ പ്രവർത്തനം ഉടനടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആത്മീയ ചൈതന്യവും മതസൗഹാർദ്ദവും വിളംബരം ചെയ്ത് മണ്ണാർക്കാട് അമ്പംകുന്ന് 60-ാം വീരൻ ഔലിയ മഖാം ആണ്ട് നേർച്ചയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. കൊടിയേറ്റത്തോടെ ആരംഭിച്ച നേർച്ചയുടെ പ്രധാന ആകർഷണമായ ആദ്യ പെട്ടിവരവ് ആഘോഷപൂർവ്വം നടന്നു. PK ശശിക്ക് പാർട്ടിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട് പറഞ്ഞു. ശശിയല്ല മറ്റാര് പോയാലും CPIMന് ഒരു പ്രശ്നവുമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങൾ പാർട്ടി വലിയ പാർട്ടി, ചെറിയ പാർട്ടി, ആയിരക്കണക്കിന് പാർട്ടി മെമ്പർമാർ, ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് പാലക്കാട് പാർട്ടി. ആ പാർട്ടിയിൽ ചില ആളുകൾക്ക് പല കാരണങ്ങളുണ്ട് പാർട്ടി നടപടിയെടുത്തതും അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകും. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കതൊരു പ്രശ്നമുള്ള കാര്യം. ഞാൻ അതേ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമാണ്. ഞങ്ങൾക്കത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പാർട്ടിക്കകത്ത് നടപടിയും സംഘടനാപരമായ സമീപനം അതിന്റെ എല്ലാം ഭാഗമായിട്ട് ചില ആളുകളൊക്കെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ചില സഖാക്കള് ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംഘടനാപരമായ പ്രവർത്തനത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ആ പ്രക്രിയയിൽ വേറെ ഒന്നും നിങ്ങൾ ധരിക്കേണ്ടിയില്ല. പാർട്ടിക്ക് പ്രശ്നങ്ങളോട് പാർട്ടി മെമ്പറായിരിക്കുന്നത് ഇല്ലാതെ തെളിച്ചിട്ടുള്ളത് എന്തായാലും ചോദ്യം. പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട് വ്യക്തല്ലേ? ആ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ പ്രാതിൽ നിൽക്കുന്നത്. തിരുത്തൽ വന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അയാൾ തിരുത്തൽ വ്യക്തിയുടെ പാർട്ടിയിൽ നിൽക്കുന്നത്. അല്ല, അദ്ദേഹത്തെ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാർട്ടി ശുപാർശ ചെയ്യണം. CCN ചെറുപ്പുളശ്ശേരി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിന്ന് മാത്രം 5000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ജോസഫ്. PK ശശി വിഭാഗത്തിന്റെ വോട്ടുകളും ഇത്തവണ UDFന് അനുകൂലമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് ലോക്സഭ ഇപ്പൊ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന് കിട്ടിയ വോട്ട് 7000 ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 5000 വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലുണ്ടാവും. അത് ലീഗ്, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ശശി വിഭാഗം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കും. യാതൊരു സംശയവും. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പഞ്ചായത്തിലെ പ്രധാന ആഘോഷമായ അമ്പംകുന്ന് നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ LDF വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായും നേതാക്കൾ ആരോപിച്ചു. 4 അജണ്ടകളുണ്ട്. അതിന്റെ പകർപ്പ് നിങ്ങൾക്ക് തരാം. ഇതാണ് അജണ്ട. 4 അജണ്ടയുണ്ട്. ഒന്നാമത്തെ അജണ്ട സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത്തെ അജണ്ട 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ അജണ്ട അമ്പംകുന്ന് നേർച്ചയോടനുബന്ധിച്ചിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ അമ്പംകുന്ന് നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടല്ല. അമ്യൂസ്മെന്റ് പാർക്കിന് അനുമതി
4ാമത്തെ അജണ്ട ഒരു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ യോഗത്തിന് ശേഷം 4 അജണ്ടകളിലും ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന ഒരു രേഖാമൂലം ഈ സമയത്തെ കോപ്പിയാണ്. അല്ലാതെ ഞങ്ങൾ ഭരണസമിതി പറയല്ല, അവര് അജണ്ട രേഖപ്പെടുത്തി ഞങ്ങൾ വെറുതെ പറയല്ല, അവർ രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി കൊടുത്തതിന്റെ കോപ്പി സഹിതമാണ് നമ്മളിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. അതെ, 4 വിയോജിക്കുറപ്പാണ്. നിങ്ങളത് വായിച്ചു നോക്കിക്കോളൂ. കഴിഞ്ഞ 10 വർഷക്കാലം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ LDF നടത്തിയ അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമെന്ന ഭയമാണ് CPIM ലോക്കൽ സെക്രട്ടറിയെയും ഇടതുപക്ഷ അംഗങ്ങളെയും UDF-നെതിരെ കള്ളപ്രചരണം നടത്താൻ പ്രേരിപ്പിക്കുന്നത്. UDF-ൽ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ജനാധിപത്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ പദ്ധതി രൂപീകരണത്തിന്റെ സമയമാണ്. അപ്പോൾ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ, എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളോടും കൂടി ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക. അതിനിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു കൂടിയാലോചനകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് വന്നത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളായി ഭരണസമിതി പ്രതിസന്ധിയിലാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ നേതാക്കളും, അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റും, അതോടൊപ്പം ബഹുമാനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരുമായി ഇവിടെ മാധ്യമങ്ങളെ കാണാൻ ഞങ്ങൾ തയ്യാറായത്. ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രയാസങ്ങൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാർഷിക മേഖലയിലായാലും, അതോടൊപ്പം കച്ചവടക്കാരുടെ വ്യാപാരികളുടെ വിഷയത്തിലായാലും, അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലയിൽ, എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷത്തെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഇടതുപക്ഷം പ്രയാസങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. CCN മണ്ണാർക്കാട്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും കോട്ടോപ്പാടം പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതുമായ ആവണക്കുന്നിൽ പ്ലൈവുഡ് കമ്പനി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ നിർമ്മാണാനുമതി ലഭിച്ച കമ്പനിയുടെ പ്രവർത്തനം ഉടനടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം വരുമ്പോഴേക്ക്, എന്തായാലും എന്തെങ്കിലും ഒരു വ്യവസായം വരുമ്പോഴേക്ക് ഇതാ ഇവരൊക്കെ പാടെ കൊടിയും പിടിച്ചിറങ്ങുകയാണ്, പിന്നെ എങ്ങനെ നാട് നേരെയാവുക എന്ന് ചോദിക്കാൻ കുണ്ടൂർക്കുന്നുകാരോട് ചോദിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ 2-3 ഏറ്റെടുത്തു. ഇനിയും ഇത് ഇവിടെ വേവും എന്ന് കരുതിയിട്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇപ്പൊ വന്നത് വന്നു. അത് തന്നെ ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുക എന്നാലോചിക്കേണ്ട സമയത്ത് 40-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നതും വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമായ പ്രദേശമാണിത്. കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിയാൽ പ്ലൈവുഡ് ഒട്ടിക്കാനായി ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തുക്കൾ പ്രദേശത്തെ ഭൂഗർഭജലത്തെ മലിനമാക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. നിലവിൽ കമ്പനി നിർമ്മാണാനുമതി നേടി ചുറ്റുമതിൽ നിർമ്മാണം ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. വാർഡംഗം AK വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊരു പ്രക്ഷോഭം. നിങ്ങൾ കുണ്ടൂർക്കുന്നിനെ നാളെ ഒരു പെരുമ്പാവൂരാക്കരുത്, അതിന് സമ്മതിക്കരുത്. അതിന് എല്ലാവിധ, അപ്പോൾ പൈനാടൻ സാറും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരെ നോക്കിയോടെ അണിനിരത്താം. ഞാൻ നേരത്തെ ശിവപ്രസാദ് മാഷായിട്ട് സംസാരിച്ചു. ഇവിടെ വന്നപ്പോൾ കേട്ടൊരു കവിത, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ളതാണ്. അദ്ദേഹം അത് ഏകദേശം 30 വർഷം മുന്നേ എഴുതിയാണ്. ആ ആളെ നമുക്കിവിടെ കൊണ്ടുവരാം. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശിവപ്രസാദ് മാഷയുടെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെയും ഒക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം 30 വർഷം മുന്നെയാണ്. നിങ്ങൾ ആ വരികളൊന്ന് കണ്ണടച്ചിരുന്ന് കേൾക്കണം. അതിൽ വരികൾ, അതിൽ ഇതൊക്കെ ഉണ്ട്, പ്ലൈവുഡും അല്ലെങ്കിൽ കോറിയും എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്
ഇത് നയിക്കണം. എന്നോട് ഇവിടെ പറഞ്ഞപ്പോൾ ഏതൊരു സുഹൃത്ത് പറഞ്ഞു ഈ പന്തൽ അഴിക്കാൻ പാടില്ല. ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ടി.എം. അജിത് കുമാർ, ജനറൽ കൺവീനർ എ. ഉണ്ണികൃഷ്ണൻ, കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം മുരളീധരൻ എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. യാത്രയ്ക്ക് സ്വീകരണം നൽകാനായി ഒറ്റപ്പാലം, ഷൊർണൂർ നിയോജക മണ്ഡലങ്ങൾ സംയുക്തമായാണ് ചെർപ്പുളശ്ശേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 മണിക്ക് ചെർപ്പശ്ശേരി ടൗണിൽ സ്വീകരണം നൽകും. അപ്പോൾ അതിലെല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും പൂർണ്ണ പിന്തുണ തരും. കാരണം വി.ഡി. സതീശൻ ഈ 10 കൊല്ലത്തെ ഭരണത്തിനെതിരായി പുതിയ സന്ദേശവുമായിട്ട് പുതിയ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണ സമ്മേളനം നടക്കുക. സ്വീകരണ യോഗത്തിൽ വെച്ച് വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കോൺഗ്രസിൽ അണിചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും ഇരു മണ്ഡലങ്ങളിലും UDF വലിയ വിജയം നേടുമെന്നും നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒരു യാഥാർത്ഥ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വം പറയുന്ന രീതിയിൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതൃത്വമാണ് ഈ 2 നിയോജക മണ്ഡലത്തിലും UDF-ലുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നവരെ അഭിപ്രായം എല്ലാവർക്കും പറയാം. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യാതൊരു അവസരങ്ങളും ഈ നിയോജക മണ്ഡലങ്ങളിലൊന്നും ഉണ്ടാവില്ല. അതിനുള്ള തെളിവാണ് കഴിഞ്ഞ ഒറ്റപ്പാലം അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു തെളിവാണ്. ചെർപ്പുളശ്ശേരിയിലെ സ്വീകരണ ചടങ്ങിൽ ചില രാഷ്ട്രീയ വിസ്മയങ്ങൾ കാണാൻ സാധിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചെർപ്പുളശ്ശേരിയിലെ സ്വീകരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൊത്തത്തിൽ പറഞ്ഞ പോലെ ചില വിസ്മയങ്ങൾ സംഭവിക്കാം. ചെർപ്പശ്ശേരിയിൽ നടക്കുന്നു പ്രതീക്ഷിക്കാം. PK കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ, NK പ്രേമചന്ദ്രൻ, സന്ദീപ് വാര്യർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി സംയുക്തമായിട്ടാണ് ഈ സ്വീകരണം നൽകുന്നത്. 2 പ്രദേശത്തെ 13 പഞ്ചായത്തുകളിലെയും 3 നഗരസഭകളിലെയും UDF-ന്റെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒട്ടേറെ ആളുകൾ ഈ ജാഥയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നാളെ 3 മണിക്കെത്തും. ആദ്യം ബഹുമാനപ്പെട്ട നമ്മുടെ NK പ്രേമേന്ദ്രൻ MP, കൊല്ലത്തെ MP ആണ് ആദ്യമായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ UDF ഷൊർണൂർ മണ്ഡലം ചെയർമാൻ T. ഹരിശങ്കർ, ഒറ്റപ്പാലം മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ, ജനറൽ കൺവീനർ PA ഷൗക്കത്ത് അലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി, സ്വാഗത സംഘം കൺവീനർ P. അബ്ദുറഹ്മാൻ, CP മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ലക്കി സ്റ്റാർ മോളൂഡ് സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഞായറാഴ്ച 2ാം സെമിഫൈനൽ പോരാട്ടം. 2ാം പാദ സെമിയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉദയ FC പറമ്പിൽ പീടികയും ഏറ്റുമുട്ടും. ഇതിലെ വിജയി സബാൻ കോട്ടയ്ക്കലുമായി ഫൈനലിൽ മത്സരിക്കും. ആദ്യപാദ സെമിഫൈനൽ മത്സരം പൂർത്തിയായപ്പോൾ സബാൻ കോട്ടയ്ക്കൽ ഫൈനലിൽ പ്രവേശിച്ചു. സബാൻ കോട്ടയ്ക്കലും ബേസ് പെരുമ്പാവൂരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. 2 ഗോളുകൾക്കാണ് സബാന്റെ വിജയം. ഞായറാഴ്ചയാണ് 2ാം പാദ സെമിഫൈനൽ നടക്കുന്നത്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഉദയ FC പറമ്പിൽ പീടികയും ഏറ്റുമുട്ടും. ഇതിലെ വിജയിയാണ് സബാന്റെ എതിരാളികൾ. മോസ്കോ പൊട്ടച്ചിറ സോണിക് ഗ്രാനൈറ്റ് ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. സ്ത്രീകൾക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ടൂർണമെന്റിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ മേഖലയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. മുറിയൻകണ്ണി, ചെത്തല്ലൂർ, കാവുവട്ടം എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്.
ഇതോടെ മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. വേനൽ കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കെയാണ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ദിവസവും സമീപത്തെ ഓടയിലേക്ക് ഒഴുകിപ്പോകുന്നത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രഷർ കുറഞ്ഞതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം ഒട്ടും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. റോഡ് നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത്. എന്നാൽ പൊട്ടുന്ന പൈപ്പുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. CCN ചത്തല്ലൂർ. പച്ചനാട്ടുകര പഞ്ചായത്തിലെ ചത്തല്ലൂർ തെക്കുമുറിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 2 വലിയ മലമ്പാമ്പുകളെ പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചത്തല്ലൂർ മേഖലയിൽ ആദ്യമായാണ് ഇത്രയും വലിയ 2 മലമ്പാമ്പുകളെ ഒന്നിച്ചു കണ്ടെത്തുന്നത്. അത് പിടിച്ചു കൊടുക്കേണ്ടി വരും. പിടിക്കണോ? പിടിക്കണോ? 2 ഉണ്ട്. ജോലിയാണ്. മാറണ്ടേ? കുന്നത്തുകുഴി പറമ്പിലെ വളപ്പിൽ വീണുകിടന്ന ഈന്തപ്പനയുടെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് പാമ്പുകൾ താവളമടിച്ചിരുന്നത്. പറമ്പിൽ കരിമ്പനയുടെ ഇളനീരിടാനെത്തിയ യുവാക്കളാണ് പനഞ്ചപ്പുകൾക്കിടയിൽ അനക്കം കണ്ടത്. തുടർന്നു നടത്തിയ പരിശോധനയിലാണ് 8 അടിയോളം നീളമുള്ള 2 മലമ്പാമ്പുകളെ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് മണ്ണാർക്കാട് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പുകളെ പിടികൂടി. പ്രദേശത്ത് ആദ്യമായാണ് ഇത്രയും വലിയ പാമ്പുകളെ കാണുന്നത് എന്നതിനാൽ പാമ്പുകളെ കാണാൻ 100 കണക്കിന് ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. ജനവാസ മേഖലയിൽ പാമ്പുകളെ കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ചെറിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. CCN ചത്തല്ലൂർ. ആത്മീയ ചൈതന്യവും മതസൗഹാർദ്ദവും വിളംബരം ചെയ്ത് മണ്ണാർക്കാട് അമ്പംകുന്ന് 60-ാം വീരൻ ഔലിയ മഖാം ആണ്ടു നേർച്ചയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. കൊടിയേറ്റത്തോടെ ആരംഭിച്ച നേർച്ചയുടെ പ്രധാന ആകർഷണമായ ആദ്യ പെട്ടിവരവ് ആഘോഷപൂർവ്വം നടന്നു. പരമ്പരാഗതമായ ആചാരപ്പെരുമയോടെ കൊട്ടിലമാരെ നാഗസ്വാമിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തവണത്തെ ആദ്യ പെട്ടി പുറപ്പെട്ടത്. ഗജരാജൻ മംഗലാംകുന്ന് മുകുന്ദന്റെ അകമ്പടിയോടെയാണ് ആദ്യ പെട്ടി മഖാമിലേക്ക് ആനയിച്ചത്. മഹാനഗരങ്ങളുടെ കാലത്തിന് പോലെ തന്നെ കൊട്ടിലമാരി നാഗസ്വാമിയുടെ വീട്ടിൽ നിന്നുള്ള പെട്ടി മകങ്ങളിലേക്ക് യാതൊരു കഴിച്ചു ആനയിച്ച് കയറ്റിയിരിക്കുകയാണ്. തുടർന്ന് വരുന്ന ഓരോ പെട്ടികളും മഖാമിലെത്തിയ ഗജരാജൻ മംഗലാംകുന്ന് മുകുന്ദന് മഖാമിലെ നേർച്ച വിഭവങ്ങൾ നൽകി ആദരിച്ചു.
ബാൻഡ് മേളവും തനത് കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി. ആകാശപൂരമൊരുക്കി വർണ്ണാഭമായ വെടിക്കെട്ടും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് നേർച്ചയുടെ തുടക്കം കുറിച്ചുള്ള ചടങ്ങുകളിൽ സാക്ഷ്യം വഹിക്കാൻ അമ്പംകുന്നിൽ എത്തിയത്. വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളും അന്നദാനവും നേർച്ചയുടെ ഭാഗമായി നടക്കും. CCN മണ്ണാർക്കാട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച PSMO കോളേജ് മുൻ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി 17 കോളേജ് അധികൃതരും അലുമിനി അസോസിയേഷനും ചേർന്ന് ആദരവ് നൽകുന്നു. ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 2 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്ചികമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സംഗതിയാണ്. സാധാരണ ഇതിൽ ഒരുപാട് ആളുകൾ ജയിച്ചു വരാറുണ്ട്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു അലുമിനിയം ഇതിലൊരു രജിസ്ട്രേഷൻ നടത്തി നോക്കി. 55 പേര്, ഞങ്ങൾക്കൊക്കെ അവിശ്വസനീയമായി. ഞങ്ങളൊരു 15-20 പേര് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ലിസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ 55 പേര് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 4 പേരുണ്ട്, 6-7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ആ രീതിയിൽ വന്നപ്പോൾ അവരെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ആദരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ അതിഥികളായി എത്തുന്നതും മുഴുവൻ പേരും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, മുൻ ചീഫ് വിപ്പ് മജീദ് സാഹിബ്, അദ്ദേഹം ഞങ്ങളുടെ അലുമിനി അല്ല, പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ തിരുവനങ്ങാടി കൊള്ളുന്ന MLA, മണ്ഡലത്തിലെ MLA. കോളേജ് മാനേജ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമായി തിരഞ്ഞെടുക്കപ്പെട്ട 55 അലുമിനി അംഗങ്ങളെയാണ് ചടങ്ങിൽ ആദരിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 4 അംഗങ്ങളും വേങ്ങര, കണ്ണമംഗലം, നന്നമ്പ്ര, താനാളൂർ, കൽപ്പകഞ്ചേരി, പെരുവള്ളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ആദരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നു. കൂടാതെ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കൊണ്ടോട്ടി, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, കോട്ടയ്ക്കൽ, പരപ്പനങ്ങാടി നഗരസഭകളിലെ വൈസ് ചെയർമാൻമാർ എന്നിവരും PSMO കോളേജ് മുൻ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഇതിന് ഒരു താല്പര്യമെടുക്കാൻ മറ്റൊരു കാര്യമുള്ളത്, ഒരു അപൂർവതയുണ്ട്. അതിനപ്പുറത്ത് എന്താണ്, എല്ലാ കോളേജുകളും പഠിച്ചവരായിരിക്കുമല്ലോ, ഒരു നല്ല കോളേജിൽ പഠിച്ചവരായിരിക്കുമല്ലോ സാധാരണഗതിയിൽ. പക്ഷെ ഒരു സംഗതി ഉള്ളത്, ഇപ്പോ പൊതുസമൂഹത്തില് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരായി ചില ചിന്തകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്ന ഘട്ടത്തില് ഈ 55 പേരും ക്യാമ്പസ്, 99% പേരും ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന്, നല്ല ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ വന്ന് സമൂഹത്തിലെ ജനപ്രതിനിധികളായി മാറിയിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വെറുതെ സംഘടനകളിൽ അംഗമാവുന്നതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോൾ അങ്ങനെയല്ല. നാളെ പൊതുസമൂഹത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഒക്കെ വന്നിട്ടുള്ളവരാണ് എന്നുകൂടെ കാണിക്കുന്ന രീതിയിലാണ്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് കൂടി തന്നെയാണ് ഈ ആദരം ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ അഡ്വക്കേറ്റ് CP മുസ്തഫ, മുജീബ് താനാളൂർ, M അബ്ദുൽ അമർ, ബാബു K നയീം, ഷാഹിന നിയായി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PK ശശിക്ക് പാർട്ടിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട് പറഞ്ഞു. ശശിയല്ല മറ്റാര് പോയാലും CPIM-ന് ഒരു പ്രശ്നവുമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി.
വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നിന്ന് മാത്രം 5000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയി ജോസഫ്. PK ശശി വിഭാഗത്തിന്റെ വോട്ടുകളും ഇത്തവണ UDFന് അനുകൂലമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 2 വലിയ മലമ്പാമ്പുകളെ പിടികൂടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെത്തല്ലൂർ മേഖലയിൽ ആദ്യമായാണ് ഇത്രയും വലിയ 2 മലമ്പാമ്പുകളെ ഒന്നിച്ച് കണ്ടെത്തുന്നത്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും കോട്ടോപ്പാടം പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്നതുമായ ആവണക്കുന്നിൽ പ്ലൈവുഡ് കമ്പനി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ നിർമ്മാണാനുമതി ലഭിച്ച കമ്പനിയുടെ പ്രവർത്തനം ഉടനടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആത്മീയ ചൈതന്യവും മതസൗഹാർദ്ദവും വിളംബരം ചെയ്ത് മണ്ണാർക്കാട് അമ്പംകുന്ന് 60-ാം വീരൻ ഔലിയ മഖാം ആണ്ട് നേർച്ചയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. കൊടിയേറ്റത്തോടെ ആരംഭിച്ച നേർച്ചയുടെ പ്രധാന ആകർഷണമായ ആദ്യ പെട്ടിവരവ് ആഘോഷപൂർവ്വം നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.